എടി രജനിയെ, എടി ഒന്ന് അഴിച്ചു വിടണേ പ്ലീസ്. എടി എന്റെ പെണ്ണുമ്പളെ കാണാൻ കണ്ടോണ്ട് വന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതം അധോഗതിയാടി. പ്ലീസ് ഒന്ന് അഴിച്ചു വിടണേ. ഇന്ന് നിന്റെ വിധിയാടാ. എടാ അവളെ ഞാൻ അറിയിച്ചിട്ടുണ്ടോ, അവൾ ഇപ്പൊ ഇങ്ങോട്ട് വരും. രജനി ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. എടാ നിന്റെ തോന്നിയാസം അവളും കൂടെ അറിയട്ടടാ. എടി അവൾ അറിഞ്ഞ എന്നെ കൊല്ലുവടി. രജനി എന്നെ ഒന്ന് അഴിച്ചു വിടണേ. സുഗുണൻ ചേട്ടാ, ഓ സുഗുണൻ ചേട്ടാ, ചേട്ടൻ ഇവിടെ വന്നിരിക്കുവായിരുന്നു. ചേട്ടൻ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ വെയിൽ കൊള്ളാൻ വന്നാണ്. അല്ല നമ്മുടെ വീട്ടിൽ വെയിലില്ലേ, പിന്നെ ഇവിടെ വരുന്നേ? നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് അങ്ങനെ വെയിൽ കറക്റ്റ് ആയിട്ട് വീഴുന്നില്ല. കാരണം ഒരുപാട് മരത്തിന്റെ ഈ ഇലച്ചിലൊക്കെ ഉള്ള കാരണം ശരിക്കും നിഴലാണ് അവിടെ. രജനിയുടെ വീടിന്റെ മുറ്റത്ത് നല്ല വെയിലല്ലേ, നീ നോക്കിയേ. അല്ല ഈ രാവിലത്തെ വെയിൽ കൊണ്ടാലേ വൈറ്റമിൻ സിയുടെ കുറവുണ്ടെങ്കിൽ അത് മാറി കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അതൊക്കെ ശരി, പക്ഷെ ചേട്ടന്റെ കൈ എന്തിയെ? എന്റെ കൈ ദേ ഇരിക്കുന്ന എന്റെ തോളയിൽ നിന്ന് തപ്പോട്ട് കിടക്കുന്ന കൈയല്ലേ? അല്ല, ചേട്ടന്റെ കൈ കാണുന്നില്ലല്ലോ. എന്റെ കൈയല്ലേ ഇത്? ചേട്ടൻ കൈ ഉണ്ടെങ്കിൽ ആ കൈ എടുത്ത് എനിക്ക് ടാറ്റ വന്നേ. നീ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്? ഇങ്ങോട്ട് വരുന്നവർക്കാരല്ലേ ടാറ്റ കൊടുക്കുമോ? അങ്ങോട്ട് പോകുന്നവർക്കല്ലേ നമ്മൾ ടാറ്റ കൊടുക്കത്തുള്ളൂ. നീ എന്റെ നിന്ന് പോകാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടന്റെ കൈ എന്തിയെ? എന്റെ കൈയല്ലേ എന്റെ പുറയിലുള്ളത്. ചേട്ടന്റെ കൈ എന്തിയെ? എഴുന്നേറ്റ് എഴുന്നേറ്റ് എഴുന്നേറ്റ്. ചേട്ടന്റെ കൈ ആരെയും പിടിച്ച് കെട്ടിയിട്ടേക്കുന്നേ. ചേട്ടൻ ആരെയും കെട്ടിയിട്ട്? എന്നെ ആരും കെട്ടിയിട്ടില്ലടി. പിന്നെ ഇതൊരു മാജിക്കാണ്, റോപ്പ് എസ്കേപ്പ് എന്ന് പറയുന്നത്. അല്ലിപ്പോ ശശി ഇല്ലാത്ത സമയത്ത് ഈ രജനയുടെ വീട്ടിൽ വന്ന് എന്ത് മാജിക്കാ കാണിച്ചു ചേട്ടൻ? അല്ല മാജിക്കല്ല, സത്യം ഞാൻ പറയട്ടെ. ഞാൻ രാവിലെ വെയിൽ കൊള്ളാൻ ഇവിടെ വന്ന് അപ്പൊ രജനി ഇവിടെ വന്നപ്പോ ശശി ഇല്ല, രജനി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വെയിൽ കൊണ്ടിട്ട് ഞാൻ എന്നാ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരാൻ തുടങ്ങുമ്പോ ഈ രജനി പറയാണ്, എന്താ ഇത്ര ധൃതി, കുറച്ചു നേരം നമുക്ക് സംസാരിച്ചിരുന്നു കൂടെ എന്ന്. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, സുധ അവിടെ ഒറ്റയ്ക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പോട്ടെ എന്ന് പറഞ്ഞപ്പോ ഇവളെന്നെ കേറി അട്ടക്കട്ട ഒരു പിടി. എന്നെ കയറി പിടിച്ച കൈ പുറകോട്ട് കെട്ടിട്ട് അവിടെ ഇരിക്കും, സംസാരിച്ചിട്ട് പോയാ മതി എന്ന്. ഒന്നും രണ്ടും പറഞ്ഞിരിക്കാൻ വേണ്ടി തമാശ പറഞ്ഞു. വിശ്വസിക്കണം. ഇത് ഞാൻ വിശ്വസിക്കണം. നടന്ന സംഭവം എന്താന്ന് എനിക്കിപ്പോ അറിയണം. രജനി എന്ത് ചെയ്യുന്നിട്ട്? രജനി അകത്ത് വെള്ളം തിളപ്പിക്കുകയാണ്, ചായ ഇടാനോ മറ്റോ ആയിരിക്കും. രജനിയെ ആടാ, നിനക്ക് വേണ്ടിട്ട് ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചോണ്ടിരിക്കുക. നിന്നെ ഇതിലിട്ട് പുഴുങ്ങിയിട്ട് ഞാൻ നിന്റെ പപ്പും പൂടേം പറിക്കും, നോക്കിക്കോ. ചേട്ടാ ഇതെന്ത് പറയുന്ന പപ്പും പൂടേം പറിക്കുന്നൊക്കെ? പപ്പും പൂട എനിക്ക് വേണ്ടി പപ്പും പൂടേം. അവൾ ഇന്ന് രാവിലെ ഒരു താറാവിനെ മേടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അതിന്റെ പപ്പും പൂടേം വേണ്ടി. താറാവിനുള്ള പപ്പും പൂടയായിരുന്നു. ഇവിടെ താറാവല്ലടി, നല്ല മുറ്റയിനം നാടൻ കോഴി. അങ്ങോട്ട്. അല്ല ചേട്ടാ, നാടൻ കോഴിയാന്ന് അവള് പറയുന്നേ. മുറ്റ ഇറച്ചിയാണെങ്കിൽ ഈ പൂട പറഞ്ഞു വരാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ തിളച്ച വെള്ളത്തിൽ മുക്കിട്ടെടുക്കാമെങ്കിൽ ഒന്നും പറഞ്ഞാ പൂട ഇഞ്ഞു പോരും. എടി സുധേ, എനിക്ക് ഇത്തിരി മര്യാദ ഉള്ളതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി. അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടിയാണ്. നാട്ടുകാരൊക്കെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടുന്നത്? എന്റെ പ്രഷർ നിങ്ങൾ കേട്ടരുത് കേട്ടോ. നിങ്ങൾ ഉള്ള കാര്യം എന്താന്ന് വെച്ചാ പറ. എടി എന്റെ ചേട്ടനെ കെട്ടിയതാരാ? നിന്നെ കെട്ടിയതാരാ? എന്നെ കെട്ടിയത് ചേട്ടൻ. ചേട്ടനെ കെട്ടിയതാരാ? രജനി. അയ്യോ അയ്യോ അയ്യോ, ചേട്ടൻ എന്താ ഇപ്പൊ പറഞ്ഞേ? ചേട്ടനെ കെട്ടിയാരാ? രജനി. അയ്യോ, അപ്പൊ എന്നെ കെട്ടിയാരാ? നിന്നെ കിട്ടിയത് ഞാനല്ലേ? രജനി. അനാഥരാക്കിയല്ലോ. എടി എന്തൊക്കെയാടി പറയുന്നത്? എന്റെ ചേട്ടനെ കെട്ടിയത് എന്തിനാടി? നിന്റെ ഈ കെട്ടിയോന്റെ കൈ കെട്ടിയത് ഞാനാണെന്നാ പറഞ്ഞത്. എന്തിനാന്നറിയോ? ഇങ്ങനെ പോക്കൃതരം കാണിച്ചിട്ട്. ചേട്ടൻ പോക്കൃതരം കാണിച്ചോ? ഞാനൊരു പോക്കൃതരം കാണിച്ചത്? എന്റെ ചേട്ടൻ ഒരു പോക്കൃതരം കാണിച്ചിട്ടില്ല. ഒരു പോക്കൃതരം കാണിച്ചില്ലല്ലേ? ഇല്ല. കാണിച്ചില്ലല്ലേ നിങ്ങള്? ഇല്ല. എടി ഞാൻ കുളിമുറി കുളിച്ചോണ്ടിരിക്കുക. ബെഡ്റൂമിൽ കുളിക്കാൻ പറ്റുമോ നിനക്ക്? പറയുന്നതിന്റെ ഇടയ്ക്കറി പറയരുത്. ഞാൻ വെന്റിലേഷൻ വഴി നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു ഷൂ എന്നൊരു ശബ്ദം. ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ കെട്ടിയോൻ സുഗുണൻ. നീ മാറ്. റെഡി? ചേട്ടാ, നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ കൂടെ ഷൂഷു വെച്ചോ? ഞാൻ ഷൂഷു വെച്ചിട്ടില്ല. നീ ശരിക്കും ഓർത്ത് നോക്ക്. ഷൂഷു ആയിരുന്നോ ഷൂ ആയിരുന്നോ? ഷൂ തന്നെയായിരുന്നു. ഷൂ. ചേട്ടാ സത്യം പറ, നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ? സുധേ, രജനിയുടെ പേര് എനിക്ക് അറിയാമോ? അറിയാം. രജനെ അറിയാമേത്തവരല്ലേ ഷൂഷു എന്ന് വെക്കണ്ടു? സത്യം. എനിക്ക് രജനെ അറിയാം. അതുകൊണ്ട് ഞാൻ എന്തിനു ഷൂഷു വെക്കണം? നിന്റെ പേര് എന്റെ ചേട്ടൻ അറിയാം, പിന്നെ എന്തിനാ ചേട്ടൻ ഷൂഷു വെക്കണം? എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്റെ കുളിമുറി വന്ന് ഷൂ എന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്കത് മാത്രം അറിഞ്ഞാ മതി. ആഹാ, ശരിയാണോ തെറ്റാണോ? നീ കാണിച്ച ശരിയാണോ? എന്ത്? ഞാൻ വെന്റിലേഷനിൽ കൂടെ നോക്കിയപ്പം നീ കുളിക്കാൻ കയറി വന്നത് ശരിയാണോ? അത് ശരിയാണോ? ചോദിരടി.
അത് ഞാൻ ചോദിക്കാം. എടി, എന്റെ ചേട്ടൻ വെന്റിലേഷനിൽ കൂടെ നോക്കുന്ന സമയത്ത് മാത്രം നിനക്ക് കുളിക്കാൻ സമയമുള്ള എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും. ആരടി ചോദിക്കാൻ? അത് ന്യായം. അവിടെ ബാത്റൂം അല്ലേ, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം. ചേട്ടാ, ഞാനൊരു കാര്യം പറയാം, ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും. ഒന്നുമില്ലടി. ഒന്നുമില്ലെന്ന് അപ്പോൾ നിങ്ങളെ കണ്ട് അയ്യോ എനിക്കിനി ജീവിക്കണ്ട. ഞാൻ എവിടെയെങ്കിലും പോയി ചാവും. അയ്യോ, ഹലോ, ഓവറാക്ഷൻ. ഞാൻ പറഞ്ഞത് നീ ഒന്ന് മനസ്സിലാക്ക്. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. അല്ല, ചേട്ടൻ ഇപ്പൊ എന്തിനാ അവിടെ വെന്റിലേഷനിൽ പോയത്? എന്തിനായിരുന്നു? നിനക്ക് ചമ്മന്തി തേങ്ങ അരച്ച് കൂട്ടിയാലേ നിനക്ക് ഇറങ്ങും. അപ്പൊ ഇവിടെ ബാത്റൂമിന്റെ പുറകെ നമ്മുടെ തെങ്ങയിൽ എത്ര തേങ്ങ ഉണ്ടായിരുന്നു? 4 തേങ്ങ. അതിൽ 2 എണ്ണം ഇവിടെ. 2 എണ്ണം കാണുന്നില്ല. അപ്പൊ ഇവിടെ ബാത്റൂമിന്റെ മേൽക്കൂരയില്ലാതെ 2 തേങ്ങ അതിനകത്ത് വീഴുന്നത് ഞാൻ കണ്ടു. അത് നോക്കാൻ ഞാൻ ചെന്നതാണ്. എന്നിട്ട് കണ്ടോ? ഞാൻ ഒരു തേങ്ങ കണ്ടില്ല. എടി, എന്റെ ചേട്ടൻ ഒരു തേങ്ങയും കണ്ടില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയാം. ഇതിപ്പോ ഇരു ചെവി അറിയാതെ ഇതെങ്ങനെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം. അങ്ങനെയൊന്നും ഒതുക്കി തീർക്കാൻ പറ്റത്തൊന്നുമില്ല. കലക്കാൻ എന്തോ ഗർഭമാണോ ഇവിടെ? ഞാൻ കളിച്ചു കേട്ടോ. എന്റെ കെട്ടിയോനെ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അങ്ങേര്. ശശിയല്ലേ? അപ്പൊ അല്ല, നീ ശശിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതല്ലാന്നാണ് നീ പറഞ്ഞു വരുന്നത്. അവിടെ കിടക്കുന്ന കുഴപ്പം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന കഥ? നല്ല സംശയം ഉണ്ടായിരുന്നു കേട്ടാ. നിർത്തിക്കോ. എന്റെ കെട്ടിയോൻ ശശിചേട്ടൻ തന്നെയാണ്. പക്ഷെ നിങ്ങളൊക്കെ കാണുമ്പോ ശശിചേട്ടൻ വെറും പാവമാണ്. പക്ഷെ അല്ല, പുലിയാണ് പുലി. അങ്ങനെ വെട്ടൊന്നും മുറി രണ്ടെന്നുള്ള സ്വഭാവമാണ്. എന്നാ നിന്റെ ശശിയോട് പറയണം എന്റെ വീട്ടിൽ വന്നൊരു വെട്ട് വെട്ടാൻ. എന്തിന്? ഞങ്ങൾക്ക് ഒരു മുറിയേ ഉള്ളൂ. എത്ര നാളായി ഈ ഒരു മുറി ചുണ്ടുകൂടി കിടക്കുന്നത്? ഇപ്പൊ ഒന്നൊരു വെട്ട് വെട്ടിയാൽ 2 മുറിയാകുമല്ലോ. എന്റെ ചേട്ടന്റെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരും, എന്നിട്ട് ഫേസ്ബുക്കിൽ ലൈവ് പോകും. കാര്യം എന്താണ്? ഉണ്ടടാ നിന്റെ സ്വഭാവം. ശശിചേട്ടൻ വന്നു. ശശിയേട്ടാ, ഇവിടെ ഉണ്ട് ശശിയേട്ടാ, ഇങ്ങോട്ട് തിരി. നിനക്കെന്താടാ വിരയുടെ അസുഖമാണോ? സംസാരിക്കരുത്. എന്താ ഇത് നാട് മൊത്തം അറിയണം. ഇനി ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. ശശി, ഞാൻ കാല് പിടിക്കാൻ ഒരു കൈ അബദ്ധം പറ്റിപ്പോയതാണ്. വെറുതെ തെറ്റിദ്ധരിച്ചാണ്. ഒന്നും പറയണ്ട, കൺഫ്യൂഷൻ എല്ലാം ഞാൻ മാറ്റി തരാം. ഫോട്ടോ എടുക്കണം. ഫേസ്ബുക്കിൽ ഫോട്ടോ എടുക്കരുത്. ഒന്നും പറയണ്ട. വാ 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 വാ, വന്നേ വന്നേ. ആൾക്കാർ കാണണം. ശശിയണ്ണ അങ്ങനെ പറയല്ലണ്ണ. കണക്ക് തീർത്തിട്ട് പോയാൽ മതി മാഷേ. കണക്ക് തീർത്തിട്ട് പോയാൽ മതി. അതെ കറക്റ്റ്. കണക്ക് പറ. എത്ര തേങ്ങ നിങ്ങളുടെ മിസ്സായ? എത്ര തേങ്ങ? ഞങ്ങളുടെ 2 തേങ്ങ. 2 തേങ്ങയല്ലേ? അത് ഞാനങ്ങോട്ട് തരും. നീ ഞാൻ ഈ തേങ്ങ കൊടുക്കുമ്പോ ഇത് ഫോട്ടോ എടുത്ത് തന്നെ. എടി, ഞാൻ പറഞ്ഞുതരാം, നീ സമാധാനപ്പെട്. ഈ ഫോട്ടോ ഞാൻ ഇത് ഞാൻ കൊണ്ട് കൊടുക്കുന്നു. ഈ തേങ്ങ കൊണ്ട് കൊടുക്കുന്നു. പിടിച്ചേ, എടുക്ക്. എന്നിട്ട് കൊടുക്കണെന്നറിയാം. അയൽവാസിയായ ദരിദ്രനായ മനുഷ്യനെ മാന്യനായ ഞാൻ സഹായിച്ചു. നിങ്ങൾ എന്തൊക്കെയാ ശശിയേട്ടാ ഈ കാണിക്കുന്നത്? എന്തടി? ഇയാള് നമ്മുടെ കുളിമുറിയുടെ വെന്റിലേഷന്റെ അവിടെ ഒന്ന് ഷൂ എന്ന് പറഞ്ഞ് എന്നെ ഒളിഞ്ഞു നോക്കി. നീ കുളിച്ചോണ്ടിരുന്നപ്പോ ശശി ഒളിഞ്ഞു നോക്കി? അപ്പൊ തേങ്ങ എടുക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട്? തേങ്ങ എടുക്കാന്നുള്ള വ്യാജനെ വന്നിട്ടാ ഒളിഞ്ഞു നോക്കിയത്. അല്ലല്ല, തേങ്ങ എടുക്കാൻ വന്നാണ്. നിനക്ക് പ്രാന്തായോ? നീയാണ് ശശി. അപ്പൊ ഞാനാണ് നിന്നെ പിടിക്കേണ്ടത്. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് നിന്റെ പ്രശ്നം? സമാധാനം. തേങ്ങ എടുക്കാൻ വന്നു എന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ. ഇടിയൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഞാൻ നല്ല കറക്റ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫേസ്ബുക്കിലോട്ട് എടുത്തിടാം. ഇത് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റത്തില്ല. എന്താന്ന്? ഇത് ഫേസ്ബുക്കിൽ ഇട്ടാ നമ്മുടെ കുളിമുറിക്ക് മേൽക്കൂറിയല്ലെന്ന് ജനം മൊത്തം അറിയത്തില്ലേ? ഈ ഒരു ഞരമ്പനെ മാത്രം സഹിച്ചാൽ മതി. ഇത് ഫേസ്ബുക്കിൽ ഇട്ടാ ഈ നാട്ടിലെ ഞരമ്പന്മാര് മൊത്തം കൂടെ നമ്മുടെ വെന്റിലേഷനിൽ വന്ന് ഞാൻ കിടക്കും. അയ്യേ, എന്തൊരു വൃത്തികേടൊക്കെയാണ് ഇവർ ഈ പറയുന്നത്. ഇനി ഇവിടെ നിന്നാ ഞാൻ പിഴച്ചു പോകും. നീ ആ കൊലയിട്. വാങ്ങിട്ട്